أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ അബ്റാർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഈ 76-ാമത്തെ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ അതിലെ 4-ാമത്തെ ആയത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഊസുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. ഇത് ഒരു ചെറിയ ആയത്താണ്, പക്ഷെ ഇത് വളരെ ഭയാനകമായ ഒരു ശിക്ഷയുടെ സൂചന നൽകുന്ന ഒരു ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തീർച്ചയായിട്ടും നാം അഅ്തദ്ന നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് ആർക്ക് ലിൽ കാഫിരീന കഫറ. ഞാൻ ഇന്നലെ മുമ്പത്തെ ആയത്തുകളിലൊക്കെ പറഞ്ഞല്ലോ, കഫറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് വെച്ചിട്ടുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഫിത്രയിലേക്ക് അതിനെ കളവാക്കിക്കൊണ്ടും അതിനെ മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആരാധനയിൽ പങ്കു ചേർത്തുകൊണ്ടും അനാചാരങ്ങളും ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുന്ന ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവർക്ക് വേണ്ടി എന്ത് സലാസില എന്നല്ലെങ്കിൽ ചെയിൻ, അഗ്ലാൽ എന്നല്ലെങ്കിൽ ഇരുമ്പിന്റെ കോളർ, സൈർ എന്നല്ലെങ്കിൽ കത്തിയാളുന്ന തീ. ഇതാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. വളരെ ചെറിയ ആയത്തിൽ ഒരു ലൈനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ചെയ്യുന്ന കുഫ്റും ഷിർക്കും നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം സബ്മിറ്റ് ചെയ്തുകൊണ്ട് അല്ലാണ്ട് നിങ്ങൾ മരിച്ചു പോകരുതെന്ന്. കാരണം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൗബയില്ല. പിന്നെ ഉള്ളത് ഇതാണ്, സലാസിലും അഗ്ലാലും സഈറും, ചെയിനും ഇരുമ്പിന്റെ പട്ടയും നമ്മളെ കഴുത്തിന് ചുറ്റും കത്തി ആളുന്ന നരകം. ഇത് സൂറത്തുൽ ഗാഫിർ 40-ാമത്തെ സൂറത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു 2-3 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരറിയാം ഫസൗഫ യഅലമൂൻ, അവരറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് 70-ാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് അഊസുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇതിൽ അഗ്ലാലു ഫി അനാഖിൻ വസലാസിലു യുസ്ഹബൂൻ. പിന്നെ അടുത്ത ആയത്ത് ഫി ഹമീമിൻ സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഗ്ലാല് നമ്മൾ നേരത്തെ സൂറത്തുൽ ഇൻസാനിൽ കണ്ടാൽ തന്നെ അഗ്ലാലും പിന്നെ സലാസിലും ഇവിടെ ഉണ്ട്. അഗ്ലാൽ നിലങ്ങ് ഇരുമ്പിന്റെ പട്ട, അത് ഫി അനാഖീൻ. ഇവിടെ ശരിക്കും പറയുന്നുണ്ട് എവിടെയാണ് ആ ഇരുമ്പിന്റെ പട്ട ഉണ്ടാവുക. സൂറത്തുൽ ഇൻസാനിലെ അത് പറയുന്നില്ല, ഇവിടെ പറയുന്ന ആ അഗ്ലാൽ ഉണ്ടാവുന്നത് ഫി അനാഖീൻ, അവരുടെ കഴുത്തുകളിൽ ആ ഇരുമ്പിന്റെ പട്ട ഉണ്ടാവും. പിന്നെ ഒരു സലാസില, അതിന് പിടിക്കാൻ ആ പട്ടയിലേക്ക് ഒരു ചെയിൻ കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് യുസ്ഹബൂൻ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. എന്തിലേക്ക്? ഫിൽ ഹമീമി എന്ന് പറഞ്ഞാൽ തിളക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ബോയിലിംഗ് വാട്ടർ. അതിൽ അവരെ ഈ കഴുത്തിൽ ഇരുമ്പിന്റെ പട്ട കെട്ടി ചെയിനും വെച്ചിട്ട് ഈ തിളക്കുന്ന വെള്ളത്തിൽ അവരെ വലിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ സുമ്മ ഫിന്നാരി യുസ്ചറും, പിന്നെ അവരെ നാറിലേക്ക് ഇടും. നാറെന്ന് തീയാണ്. ആ തീയിൽ അവര് ഇട്ടിട്ട് അതിലവർ യുസ്ചറും, അതിലവർ കത്തും. ഇത് ഉള്ള പോലെ വിശുദ്ധ ഖുർആൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അള്ളാഹുവിനെ അനുസരിച്ച് സബ്മിറ്റ് ചെയ്ത് ജീവിക്കുന്നവർക്ക് സന്തോഷ വാർത്തയും, കുറ്റവാളികളായിട്ട് അള്ളാഹുവിൽ പങ്ക് ചേർത്തുകൊണ്ട് ഷിർക്ക് ചെയ്തുകൊണ്ട് ഏത് കോലത്തിലാണെങ്കിലും ചെയ്തുകൊണ്ട് ഇതിനാവുന്ന ആ രീതിയിൽ മരിച്ചു പോകുന്നവർക്കുള്ള ശിക്ഷയും. അവിടെ പിന്നെ ഇൻ ബിറ്റ്വീൻ ഇല്ല. വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ തന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരോട് ചോദിക്കപ്പെടുമെന്ന്. സുമ്മ ഖീല ലഹും, അവരോട് ആ സമയത്ത് ഈ നരകത്തിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി തിളക്കുന്ന വെള്ളത്തിൽ കഴുത്തിലേക്ക് കോളർ കെട്ടി ചെയിനും വെച്ച് ചുട്ട വെള്ളത്തിൽ തിളക്കുന്ന വെള്ളത്തിൽ വലിച്ചുകൊണ്ട് പോയിട്ട് ഈ കത്തിയാളുന്ന തീയിലിട്ടിട്ട് അവർ കത്തുമ്പോൾ അവരോട് ചോദിക്കപ്പെടും ഐന. എന്താണ് ഈ ഐന എന്ന് പറഞ്ഞാൽ അറബിക്കിൽ പറഞ്ഞാൽ എവിടെയാണ്. അവരോട് ചോദിക്കപ്പെടും, അവർക്കൊരു ഇത് കേൾക്കും, എവിടെ മാ കുന്തും തുശ്രിക്കും, നിങ്ങളൊക്കെ ഷിർക്ക് തുശ്രിക്കും അല്ലെങ്കിൽ ഷിർക്ക് ഷാറാക്കാന്ന് പറയുന്നത് അള്ളാഹുവിനോട് പങ്കു ചേർത്ത സംഭവങ്ങൾ അത് അവരോട് ചോദിക്കപ്പെടും. എങ്ങനെ നിങ്ങൾ ആ ഷിർക്ക് കാണിച്ച് ദുനിയാവിൽ
അള്ളാഹുവിനോട് പങ്കു ചേർത്ത് കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് മൂർത്തികളാവാം, വിഗ്രഹങ്ങളാവാം, മനുഷ്യ ദൈവങ്ങളാവാം, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരായ മനുഷ്യ ദൈവങ്ങൾ, മുസ്ലിമുകളോ മുസ്ലിം അല്ലാത്തവരുമായ എല്ലാ ദൈവങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കപ്പെടുന്നത്, എവിടെ ഐനമാക്കും തുഷിരിക്കുവാൻ, എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ സംരക്ഷിക്കാൻ, നിങ്ങൾ ദുനിയാവിൽ അവരെ ആരാധിച്ചത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ എവിടെ പോയി? ഇത് പറഞ്ഞതിൻ്റെ പേരിൽ തല്ലുകൂടേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പറഞ്ഞവനെ മുജാഹിദാക്കാനും സലഫിയാക്കാനും വഹാബിയാക്കാനും സൂഫിയാക്കാനും സലഫിയാക്കാനും ഒന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ സുന്നത്തിലേക്കും തിരിച്ച് വരിക, ഇത് മനസ്സിലാക്കുക, ഖുർആൻ പഠിക്കുക, എന്താ പറയുക, ഷട്ട് അവർ മൗത്ത് ആൻഡ് ജസ്റ്റ് പോണ്ടർ upon അള്ളാഹു സുബ്ഹാനഹു വ തആല ആൻഡ് ഹിസ് ഖുദ്റത്ത് അറൗണ്ട് us. അള്ളാഹുലേക്ക് ഭക്തിയോടെ അള്ളാഹുലേക്ക് തിരിയുക, തൗബ ചെയ്ത് മടങ്ങുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മളുടെ ചിന്തയിലോ നമ്മുടെ പ്രവൃത്തിയിലോ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. കാരണം ശിക്ഷ ഭയാനകമാണ്. അത് മുസ്ലിം, നമ്മളവിടെ പോയിട്ട് എൻ്റെ പേര് ഷെരീഫാണ്, മുസ്ലിം ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രവൃത്തിയിലോ ഷിർക്ക് കലർന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ജനങ്ങളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, യാ അയ്യുഹൻ നാസ് എന്നല്ല. വലാ തമൂത്തുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാവ അന്തും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ട് അല്ലാതെ മരിക്കരുത്. ഈ വിശ്വസിച്ചവരോട് നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിക്കരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തിയിലും അമലുകളിലും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതെന്നും കൂട്ടിക്കലർത്തരുത് എന്നുള്ള പച്ചയായ താക്കീതാണിത്. തിരിച്ചറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ.